അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയന്റ് ഗൗരാമി മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡുകളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോണത്. അതായത് ഇവർക്ക് കൊടുക്കാവുന്ന ഇലവർഗ്ഗങ്ങളായിട്ടുള്ള ഫുഡുകൾ അത് നമുക്ക് പച്ചയായിട്ട് കൊടുക്കാവുന്നതുണ്ട്, ബ്ലാഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതുണ്ട്. ബ്ലാഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലിട്ട് സോഫ്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസും പച്ചയായി കൊടുക്കുന്നതുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ബ്ലാഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ ചൂടാക്കി ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കേണ്ട ചില വെജിറ്റബിൾസും ഉണ്ട്. ജയന്റ് ഗൗരാമികൾക്ക് കൊടുക്കേണ്ട ഇത്തരം വെജിറ്റേറിയൻ ഫുഡുകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഫുഡുകളാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഹൈലൈറ്റ്. മാത്രമല്ല നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പെല്ലറ്റ് ഫുഡിനെ കുറിച്ചും പിന്നെ നോൺ വെജ് ഫുഡ് അവർ കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് ഈ വീഡിയോയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയന്റ് ഗൗരാമികളുടെ ഫുഡാണ്, പ്രത്യേകിച്ച് ഈ ഒരു വെജിറ്റേറിയൻ ഫുഡ്. പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പെല്ലറ്റ് ഫുഡ് എല്ലാ മീനുകൾക്കും സ്യൂട്ടബിൾ ആണോ, ഏതൊക്കെ മീനുകളാണ് കഴിക്കുന്നത്, ഏതൊക്കെ മീനുകളാണ് കഴിക്കാത്തത്, ഇത്തരം മീനുകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. കാരണം ചില മീനുകളൊന്നും പെല്ലറ്റ് ഫുഡ് കഴിക്കാത്ത മീനുകളുണ്ട്. അപ്പോൾ അവരുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ജയന്റ് ഗൗരാമികളുടെ ഫുഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ട ഫൂട്ടേജ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളൊരു പെറ്റ് ഷോപ്പിൽ നിന്ന് റെക്കോർഡ് ചെയ്ത കുറച്ച് ഫൂട്ടേജുകളാണ്. അതാണ് ഈ കാണുന്നത്. കുറേ മീനുകളുടെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത്. കാരണം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ജയന്റ് ഗൗരാമികളുടെ നമ്മുടെ കയ്യിലുള്ള ജയന്റ് ഗൗരാമികളുടെ വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല. കാരണം നമുക്ക് തോന്നി കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു ഫൂട്ടേജ് ആണെന്ന് തോന്നി. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫൂട്ടേജ് ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ജയന്റ് ഗൗരാമികളെല്ലാം കിടക്കുന്നത് ആൽഗെ വാട്ടറിലാണ്. അപ്പോൾ നമുക്കത് ഫൂട്ടേജ് റെക്കോർഡ് ചെയ്യാൻ നേരത്തെ പ്രോപ്പറായിട്ടൊന്നും അത് കിട്ടില്ല. കാരണം ആൽഗെ വാട്ടറിലാണ് അവർക്ക് എടുക്കുന്നത്. അപ്പോൾ പച്ച നിറമായതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഫൂട്ടേജ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫൂട്ടേജ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ജയന്റ് ഗൗരാമികൾ ഓംനിവോറസ് ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. ഓംനിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സസ്യാഹാരങ്ങളും കഴിക്കും, മാംസാഹാരങ്ങളും കഴിക്കും. ഗൗരാമി മത്സ്യങ്ങൾ, ജയന്റ് ഗൗരാമികൾ മാത്രമല്ല, സാധാരണ നമ്മുടെ ഗൗരാമികളാണെങ്കിൽ പോലും അവർ ആൽഗയൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന മീനുകളാണ്. പ്രത്യേകിച്ച് ജയന്റ് ഗൗരാമികൾ നല്ല രീതിയിൽ ഇലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും കഴിക്കും. പിന്നെ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ഈ ജയന്റ് ഗൗരാമികൾ കഴിക്കുന്നത് പോലെ തന്നെ ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ഒരു മീനാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന നട്ടർ എന്ന് പറയുന്ന മത്സ്യം. അതായത് അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബെല്ലി പാക്കു എന്നാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് പാക്കു എന്ന് പറയുന്ന വേറൊരു വെറൈറ്റി ഉണ്ട്. ഈ പാക്കു വെറൈറ്റിയിൽ പെട്ട മത്സ്യങ്ങളും നല്ല രീതിയിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന മീനുകളാണ്. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ജയന്റ് ഗൗരാമികൾ പെല്ലറ്റ് ഫുഡും നല്ല രീതിയിൽ കഴിക്കുന്ന മീനുകളാണ്. അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള എന്ത് ഫുഡ് കൊടുത്താലും അവർ കഴിക്കും. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു എന്താ പറയുക, ഇന്നത് കഴിക്കും അല്ലെങ്കിൽ ഇത് കഴിക്കില്ല അങ്ങനൊരു സംഭവമേ ജയന്റ് ഗൗരാമിക്കില്ല. അവരെല്ലാം കഴിക്കും. പെല്ലറ്റ് ഫുഡും കഴിക്കും, വെജിറ്റേറിയൻ ഫുഡും കഴിക്കും, നോൺ വെജിറ്റേറിയൻ ഫുഡും കഴിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ജയന്റ് ഗൗരാമികൾക്ക് നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യേണ്ട കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനോ അങ്ങനെ ഒന്നും വരാറില്ല. പെല്ലറ്റ് ഫുഡ് നമുക്ക് ഏത് ഫുഡ് വേണമെങ്കിലും കൊടുക്കാം. നോൺ വെജ് ഫുഡാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡുകളിൽ ഇവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഫുഡുകളുടെ പേരുകളാണ് നമ്മൾ പറയാനായിട്ട് പോണത്. ആദ്യം നമ്മൾ പറയാനായിട്ട് പോണത് ഇലവർഗ്ഗങ്ങളാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ചേമ്പിലയാണ്. പിന്നെ വരുന്നത് വാഴയിലയാണ്. അതായത് വളരെ ഇളം പച്ച നിറത്തിൽ, അതായത് നമ്മൾ പറയില്ലേ കിളിച്ച് വരുന്ന അല്ലെങ്കിൽ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള വാഴയില നമുക്ക് കൊടുക്കാം. നല്ല പച്ച നിറത്തിൽ കട്ടിയായിട്ടുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ഇളം വാഴയിലകളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇളം പച്ച നിറത്തിലൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള വാഴയില. പിന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റിയത് പേരക്കയുടെ ഇലകളാണ്. പിന്നെ വരുന്നത് സ്പിനാച്ചാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ ചീരയല്ല, ഒരു പച്ച കളറിൽ വരുന്ന ഒരു തരം ചീരയാണ് സ്പിനാച്ച്. അത് നമുക്ക് നേരിട്ട് കൊടുക്കുന്നതിന് പകരം അതൊന്ന് ബ്ലാഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ബ്ലാഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് പുഴുങ്ങി കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ വരുന്നത് ക്യാബേജിൻ്റെ ആ ഒരു ഇലകളാണ്. അത് നമുക്ക് പച്ചയായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കി സോഫ്റ്റ് ആക്കി കൊടുക്കാം. പിന്നെ വരുന്നത് ലെറ്റ്യൂസിൻ്റെ ഇലകളാണ്. അതായത് നമ്മൾ സലാഡിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം ക്യാബേജ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ് ലെറ്റ്യൂസ്. അതിൻ്റെ ഇലകൾ നമുക്ക് കൊടുക്കാം. പിന്നെ മൾബറി ലീവ്സ്, മൾബറിയുടെ ഇലകൾ കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഇലകളുടെ ലിസ്റ്റിൽ വരുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലും ഇവർ നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. ഇത്ര ഇലകളാണ് നമ്മുടെ അറിവിലുള്ളത്. ഇനി വേറെ ഏതെങ്കിലും ഇലവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ വെജിറ്റബിൾസ് ആണ്. ആ ഒരു വെജിറ്റബിൾസിൻ്റെ ലിസ്റ്റിൽ ആദ്യം വരുന്നത് കുക്കുംബറാണ്. കുക്കുംബർ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് സുക്കിനി എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഈ കുക്കുംബർ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. അതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, സുക്കിനി എന്നാണ് അറിയപ്പെടുന്നത്. അതും നമുക്ക് പച്ചയായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് പുഴുങ്ങി സോഫ്റ്റാക്കി ഷല്ല് കളഞ്ഞ് വേണം കൊടുക്കാനായിട്ട്. പിന്നെ വരുന്നത് മത്തങ്ങയാണ്. മത്തങ്ങ ഇതുപോലെ തന്നെ പുഴുങ്ങി സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഫീഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ അവസാനമായിട്ട് വരുന്നത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജയന്റ് ഗൗരാമികൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ലിസ്റ്റിൽ ഉള്ളത്. ഇതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇലവർഗ്ഗങ്ങളിലും അതുപോലെ തന്നെ വെജിറ്റബിൾസിലും. നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഇലവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ജൈൻറ്റ് ഗൗരാമികൾക്ക് പെല്ലറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിരുന്നു, നമ്മൾ ഫാമൊക്കെ നടത്തുന്ന ആൾക്കാർ, അതായത് ഈ ജൈൻറ്റ് ഗൗരാമിയുടെ ഫാമൊക്കെ നടത്തുന്ന എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇവർക്ക് പെല്ലറ്റ് ഫുഡ് ഡെയിലി ഫീഡ് ചെയ്യരുതെന്നാണ്. ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഫീഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത്. ബാക്കി ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളോ ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് പെല്ലറ്റ് ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യരുതെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെല്ലറ്റ് ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവർ നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. ജൈൻറ്റ് ഗൗരാമികൾ നല്ല രീതിയിൽ പെല്ലറ്റ് ഫുഡ് കഴിക്കും. അപ്പോൾ ഇത് വയറ്റിൽ ചെന്നിട്ട് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെല്ലറ്റ് ഫുഡ് വെള്ളത്തിൽ കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോഴാണ് അത് കുതിർന്ന് സോഫ്റ്റ് ആവുന്നത്. അതിന് മുമ്പേ തന്നെ ഇവർ നല്ല രീതിയിൽ കഴിച്ച് കുറേയൊക്കെ അകത്താക്കും. അത് വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ കിടന്ന് വീർക്കുക അങ്ങനെ എന്തോ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ട് അത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസിലേക്ക് മാറുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമ്മൾ പെല്ലറ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യരുത്. ആവശ്യത്തിനുള്ളത് മാത്രമേ ഇവർക്ക് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. ആവശ്യത്തിന് മാത്രം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പെല്ലറ്റ് ഫുഡ് കൊടുക്കാറുണ്ട്, ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒന്നും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നമ്മൾ പെല്ലറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നോൺ വെജ് ഫുഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നോൺ വെജ് ഫുഡ് എന്ത് ഫുഡും ജൈൻറ്റ് ഗൗരാമികൾ കഴിക്കും. അത് ചെറിയ പീസായിട്ട് അവരുടെ മൗത്ത് സൈസിന് ആ ഒരു കറക്റ്റ് സൈസിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ കഴിക്കും. യാതൊരു ഇഷ്യൂ ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല ആൾക്കാരും ജൈൻറ്റ് ഗൗരാമികൾക്ക് നോൺ വെജ് ഫുഡ് കൊടുക്കാത്തത്. പിന്നെ നമ്മൾ നേരത്തെ വെജിറ്റേറിയൻ ഫുഡ്, അതായത് ഇലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അതായത് നമ്മളെപ്പോഴും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഈ കീടനാശിനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അതുപോലെ ചില ഇലകളും ഫുഡുകളൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് വേണം കൊടുക്കാനെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സോഫ്റ്റാക്കി കൊടുത്താൽ മാത്രമാണ് അവർക്ക് ഈസി ആയിട്ട് കഴിക്കാനും അതുപോലെ തന്നെ ഡൈജഷനും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പെല്ലറ്റ് ഫുഡ് തീരെ കഴിക്കാത്ത മീനുകളും അതുപോലെ തന്നെ തീരെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാത്ത മീനുകളെ കുറിച്ചുമാണ്. പെല്ലറ്റ് ഫുഡ് ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും കഴിക്കുന്നതാണ്. ചില മീനുകൾ മാത്രമാണ് പെല്ലറ്റ് ഫുഡ് തീരെ കഴിക്കാത്തത്. അത് ഏതൊക്കെ മീനുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോൺസ്റ്റർ ഫിഷുകളായിട്ടുള്ള കുറേ മീനുകളാണ്. അരപ്പൈമ, അലിഗേറ്റർ ഗാറ്, അതുപോലെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്, ഷവൽ നോസ്, പിന്നെ നമ്മുടെ വാഹ വെറൈറ്റിയിൽ പെട്ട പുലിവാഹയുടെ തന്നെ നമ്മുടെ ചന്ന മൈക്രോപെൽസ്, ഇതൊന്നും പെല്ലറ്റ് ഫുഡ് കഴിക്കില്ല. എന്നാൽ ഞാൻ ഈ അടുത്ത് കുറച്ച് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിരുന്നു. പെല്ലറ്റ് ഫുഡ് എടുക്കുന്ന പുലിവാഹ അല്ലെങ്കിൽ നമ്മുടെ സ്നേക്ക് ഹെഡ്, ഇത്തരം മീനുകളെ വിൽപ്പനയ്ക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എവിടെയോ പോസ്റ്റർ കണ്ടിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അവർ പെല്ലറ്റ് ഫുഡ് കൊടുത്ത് ശീലിപ്പിച്ചതാണെന്ന് തോന്നുന്നു, വളരെ ചെറിയ പ്രായം മുതലേ. അല്ലാതെ നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പെല്ലറ്റ് ഫുഡ് കഴിക്കില്ല എന്ന് തന്നെയാണ്. ഈ വാഹകളും പുലിവാഹകളൊക്കെ, നേരത്തെ പറഞ്ഞ എല്ലാ മോൺസ്റ്റർ ഫിഷുകളും ഇത്തരം പെല്ലറ്റ് ഫുഡ് അവർ തീരെ കഴിക്കില്ല. അവർ ഫുള്ളി കാർണിവോറസ് ആണ്. മാംസാഹാരങ്ങൾ മാത്രമാണ് അവർ കഴിക്കുന്നത്. വെജിറ്റേറിയൻ ഫുഡും കഴിക്കില്ല, പെല്ലറ്റ് ഫുഡും കഴിക്കില്ല. അത്തരം മീനുകൾക്ക് നമുക്ക് നോൺ വെജ് ഫുഡ് മാത്രമാണ് ഒരു ഓപ്ഷനായിട്ട് വരുന്നത്. ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും പെല്ലറ്റ് ഫുഡ് കഴിക്കും. പിന്നെ അവർ വെജിറ്റേറിയൻ ഫുഡുകളും കഴിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഗപ്പി, പ്ലാറ്റി, മോളി തുടങ്ങിയ മീനുകളൊക്കെ അവർ പെല്ലറ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിൽ അല്ലെങ്കിൽ ടാങ്കുകളിലുള്ള ആൽഗെ, അത്തരം സാധനങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ക്യാരറ്റ് അല്ലെങ്കിൽ ഈ മധുരക്കിഴങ്ങ് പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പുഴുങ്ങി നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിക്കും. കാരണം അവർ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന മീനുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ സീബ്ര, ടൈഗർ ബാർബ്, അതുപോലെ തന്നെ ബ്ലാക്ക് വിഡോ, ടെട്ര, ഇതുപോലുള്ള കുറേ ചെറുവക മത്സ്യങ്ങളുണ്ട്. ഇത്തരം ചെറുവക മത്സ്യങ്ങളും നല്ല രീതിയിൽ പെല്ലറ്റ് ഫുഡ് നന്നായിട്ട് കഴിക്കും. അതുപോലെ തന്നെ അവർ ഇത്തരം വെജിറ്റേറിയൻ ഫുഡും കഴിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കഴിച്ചെന്ന് വരില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുഡ് അവർക്ക് കൂടുതലും കൊടുത്ത് ശീലിപ്പിച്ചിരിക്കുന്നത് ചിലപ്പോൾ നോൺ വെജ് ഫുഡ് അല്ലെങ്കിൽ പെല്ലറ്റ് ഫുഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ചില കാറ്റഗറിയിൽ പെടുന്ന ചെറുവക മത്സ്യങ്ങൾ ഇത്തരം ആൽഗെ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാത്തത്. അപ്പോൾ മെജോറിറ്റി മീനുകളും പെല്ലറ്റ് ഫുഡും നോൺ വെജും കഴിക്കുന്ന മീനുകളാണ്. കുറേ മീനുകൾ വെജിറ്റേറിയൻ ഫുഡും പെല്ലറ്റ് ഫുഡും അതുപോലെ തന്നെ നോൺ വെജും ഇതെല്ലാം കഴിക്കുന്ന മീനുകളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കുറച്ച് മോൺസ്റ്റർ ഫിഷുകൾ പോലുള്ള കാറ്റഗറിയിൽ പെടുന്ന മീനുകൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ മാംസാഹാരം മാത്രമാണ് കഴിക്കുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ പെല്ലറ്റ് ഫുഡാണ്. പെല്ലറ്റ് ഫുഡ് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാം. പിന്നെ നമുക്ക് ലോ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് ഫീഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസും ലീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഈ പെല്ലറ്റ് ഫുഡ് ആണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നോൺ വെജ് ആണ്. നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൈവശം വെക്കാനും അല്ലെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഫ്രീസറിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രോൺസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഷ് ആണെങ്കിൽ അത്, ഇനിയിപ്പോൾ ചിക്കൻ്റെ വേസ്റ്റ് ആണെങ്കിലും നമുക്ക് അത് നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ട് തന്നെ
ഫ്രഷ് ആയിട്ട് തന്നെ ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രീസറിൽ വെക്കേണ്ടി വരും. ഫ്രീസറിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഫുഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ ഐസ് മാത്രം പോയാൽ പോരാ, തണുപ്പും ഫുള്ളായിട്ട് മാറണം. അതായത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമാണ് ആ ഒരു ഫുഡ് നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ എത്താണ്ട് നമ്മൾ മീനുകൾക്ക് ഫീഡായി കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഇഷ്യൂകൾ വന്നാൽ മീനുകൾ ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട്. എന്ത് തരത്തിലുള്ള നോൺ വെജ് ഫുഡുകൾ നമ്മൾ സൂക്ഷിക്കുമ്പോഴും അതുപോലെ മീനുകൾക്ക് ഫീഡ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ വിട്ടു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പരമാവധി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.